ഓഡിറ്റിനായിട്ട് ഞാൻ ശാരികയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ശാരിക ഹോട്ട് സീറ്റിൽ ഇരുന്നോളൂ, ഞാൻ അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാ ഞാൻ തുടങ്ങിക്കോട്ടെ. ധൈര്യമുണ്ടോ? രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്ത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ, ശാരിക ചോദിച്ച ചോദ്യങ്ങളുടെ ക്വാളിറ്റി ശാരിക അസസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയും? പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. വെറൈറ്റി ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി തോന്നിയിരിക്കുന്നത്. ഞാനൊരു പ്രൊഫഷണലാണ്. അപ്പോൾ ശാരിക പറയുന്നത് പ്രേക്ഷകർ പറയുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ ഇതേ ആൾക്കാരാണ് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം രേണു സുധിക്ക് ഒരുപാട് ഫാൻസ് കൂടി. സ്വാഭാവികം. അവിടെ പോപ്പുലർ ആവാൻ കാരണം ശാരികയാണെന്നാണോ ശാരിക വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല, ഇറ്റ്സ് എ ഫാക്ട്. ശാരിക തന്നെ രേണു സുധിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ഐ യു സൈക്കോ ടു എൻജോയ് ഓൾ കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചില്ലേ? ഒരു മനസ്സുഖം. കാരണം സൈക്കോ എന്ന ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശാരിക അത് പറയേണ്ട രേണു സുധിയല്ലേ, ഡോക്ടർ അല്ലല്ലോ. മെന്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാരെ നിങ്ങൾ വേറൊരാളെ സൈക്കോ എന്ന് വിളിക്കുമ്പോൾ മെന്റൽ ഹെൽത്ത് ഉള്ള പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാണ്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോ? കഷ്ടം. നിങ്ങൾ ഇതിന്റെ അർത്ഥം വേറെ രീതിയിലാണ് ഡോക്ടർ കൊണ്ടുപോകുന്നത്. ശാരികയ്ക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. രേണു സുധി കരഞ്ഞോ? രേണു സുധി ചിരിച്ചോണ്ടാണ് എന്റെ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്ത്. നിങ്ങൾ കണ്ടില്ലേ? സുധിയുടെ കഴിവ്. അപ്പൊ എന്താ എനിക്ക് കഴിവില്ലേ? അത് ഞാൻ പറഞ്ഞില്ല, അത് ശാരിക സ്വയം ചോദിക്കേണ്ട ചോദ്യം. ഇന്റർവ്യൂ കാണാതെ സംസാരിക്കുന്ന ഡോക്ടർ. Again you are raising your voice and It's my right. ഉള്ളവരാണ് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അങ്ങനെ പറയരുത്. പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയേണ്ടി വരും. തെങ്ങിന് ബലമില്ലെങ്കിൽ ചിലപ്പോൾ പറയേണ്ടി വരും. പശുവോട് കഴിഞ്ഞോ തെങ്ങിനെ കുറിച്ച് പറയേണ്ടി വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. Are you okay? Yeah, I am okay. Did you drink something? No, ഞാൻ എനിക്ക് ആ ഹാബിറ്റ്സ് ഇല്ല. Okay. ഞാൻ ഡ്രിങ്ക് ചെയ്യാറില്ല. ഇപ്പൊ ഡോക്ടറാണ് എന്നെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്. അല്ല, ഞാൻ എനിക്ക് കുടിക്കുന്നത് ആണ് ഞാൻ പറഞ്ഞതെന്ന് ശാരിക. ഞാൻ ഉദ്ദേശിച്ചത് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയൂ. പാട്ട് കുടിച്ച് ആർക്കെങ്കിലും ഇങ്ങനെ കിക്കടിക്കോ? അതെന്ത് ചോദ്യം? ഇതിപ്പോ കിക്കടിക്കുന്ന കാര്യം പറഞ്ഞത്. ഡ്രിങ്ക് സംതിങ് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? മരുന്ന് കഴിക്കുന്നുണ്ടോ? You know what you're doing right അത് now. വളരെ മോശമാണ് ഡോക്ടർ. ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടും. എന്നെ നോയിച്ചാണ്ടല്ലോ. ശാരിക ഇപ്പൊ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ടാണ് ശാരികയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഒച്ചെടുത്തും ഗ്യാസ് ലൈറ്റ് ചെയ്തുമാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. അത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല. ശാരിക പിന്നെ ഇതിനുവേണ്ടി താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത്? ആരുടെ ചോദ്യങ്ങളാണ് താങ്കൾ ചോദിക്കുന്നത്? സ്റ്റോൺ മേക്കേഴ്സ് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഹോട്ട് സീറ്റ് ഇങ്ങനെയാണ്. എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള ഹോട്ട് സീറ്റിൽ നിങ്ങളോട് മറുപടി പറയാനായിട്ട്. ശാരിക എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് പോകും. എല്ലാരും വിളിച്ചു.